പലപ്പോഴും ഓൺടർപ്രണേഴ്സിന് വരുന്ന ഒരു പ്രോബ്ലം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഫിറോസ് പറഞ്ഞ ഉത്തരം വളരെ കണക്റ്റഡ് ആണ്. കാരണം ആളുകൾ അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ് അവരുടെ വർക്കിൽ ഫുൾ ടൈം ഇൻവോൾവ് ആവുമ്പം വേറെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ബിസിനസ്സിനകത്ത് ഉണ്ടാവുന്ന ഒരു ഇപ്പം ബിസിനസ് ഞാനില്ല എങ്കിൽ ആ ബിസിനസ്സിനകത്ത് ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവില്ലേ? അപ്പോൾ ആ ചിന്ത വരുമ്പം എങ്ങനെയാണ് ഇപ്പുറത്ത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം നമ്മളൊരു സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഓൺടർപ്രണേഴ്സ് ഇപ്പം അവർ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റിൽ ഒരു പേഴ്സണൽ എൻഗേജ്മെൻറ്റിലാണെങ്കിലും അവർക്ക് ഭയങ്കര പ്രഷറായിരിക്കും ബിസിനസ് എങ്ങനെ പോകും, അല്ലെങ്കിൽ ഞാനില്ലാതെ ആ ബിസിനസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പക്ഷേ അത് ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ ഒരു ഹൈക്കിന് പോകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ ചിന്തകളെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്? അത് പോസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ നല്ലൊരു സിസ്റ്റം ഉണ്ടാവാന്നുള്ളതാണ് കമ്പനിനകത്ത്. അപ്പോൾ ഞാനോ നിങ്ങളോ ഇല്ലെങ്കിൽ ഇപ്പം വേറൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു സാധനം എനിക്ക് ശേഷം പ്രളയം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു സിസ്റ്റം ഉണ്ടായിരിക്കുക, നല്ല ടീം ഉണ്ടായിരിക്കുക, ഡെലിഗേറ്റ് ചെയ്യുക കാര്യങ്ങൾ. പിന്നെ നമുക്ക് മന്ത്ലി എന്താണ് വേണ്ടത്, ഒരു ലോങ് ടേം വിഷൻ എന്തായാലും നമ്മുടെ കമ്പനിക്ക് വേണം. ആ ലോങ് ടേം വിഷൻ പിന്നെ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ട് ടേം വിഷൻസ് വേണം. പിന്നെ ഇടയ്ക്കുള്ള ഒരു ടീം മീറ്റിംഗ്സും കാര്യങ്ങളും. അപ്പോൾ ഒരു 5-10 ദിവസം മാറിയിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ആയിട്ട് പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. എല്ലാം പ്രോസസ് ഓറിയന്റഡ് ആണ് കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ബിസിനസ് ഒരു പ്രോസസ് ഓറിയന്റഡ് ആക്കി മാറിക്കഴിഞ്ഞാൽ ഓൺടർപ്രണർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അത് എല്ലാ ബിസിനസ്സിലും അങ്ങനെ സാധ്യമാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് നല്ലൊരു ടീം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന അല്ലെങ്കിൽ നമ്മളില്ലാതെ കാര്യങ്ങൾ നടത്താൻ അതിനുള്ള പിന്നെ കപ്പാസിറ്റി ഉള്ള ടീം അംഗങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അവരുമായിട്ടുള്ള നമ്മൾ റിവ്യൂ, പിന്നെ ഡേ ടു ഡേ അല്ലെങ്കിലും ഇടയ്ക്ക് ആഴ്ചയിൽ 2-3 ദിവസം നമുക്ക് അവരുമായിട്ട് ഇരുന്ന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് റിവ്യൂ. പിന്നെ ഈ പറഞ്ഞ ഓട്ടോമേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ കാര്യങ്ങൾ റിപ്പോർട്ട്സ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ പിന്നെ അത് മതിയാണ്. നമ്മൾ അവിടെ തന്നെ പോയിരിക്കണം എന്നുള്ള ഒരു കൺവെൻഷണൽ രീതിയിൽ എനിക്ക് അത്ര എന്താ പറയാ ഒരു വിശ്വാസം.